അപ്പൊ ഇവളുടെ ലഞ്ച് കഴിക്കുന്നു, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം, അതിന്റെ കൂടെ തന്നെ എല്ലാം എൻജോയ് ചെയ്യും. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു കുക്കിംഗ് എക്സ്പീരിയൻസ്? Cooking, this is not my first time. How was cooking with you? Maybe first time on camera, right? You have not cooked before. Yeah. Guys, appo ini inde page ഒന്ന് follow ചെയ്യാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ cooking vlogs ഒക്കെ കാണണമെങ്കിൽ follow Aisha Chef. Actually ഞാൻ കിച്ചണിൽ കേറൂല. ലൈക്ക് പുറത്തുനിന്നാണ് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാ വെച്ചാല് എന്തെങ്കിലും സ്പെഷ്യൽ, എനിക്ക് ചോറ്, അതായത് സാധാ ചോറ്, മീൻകറി, ഇത് ഞാൻ മീൻകറി ഉണ്ടാക്കൂല. ഇത് 2 സാധനം ഞാൻ ഉണ്ടാക്കൂല. ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ അങ്ങനെ ബിരിയാണി, ഈ കബ്സ, ആ സംഭവം എനിക്ക് ലൈക്ക് യൂട്യൂബിൽ നോക്കും. ഇടയ്ക്ക് വീട്ടിൽ വിരുന്നാരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു ചിക്കൻ കടായി ഉണ്ടാക്കി, പിന്നെ അതുപോലെ മജ്ബൂസ് ഉണ്ടാക്കി. സോ അതിനുശേഷം വിരുന്നാരുന്ന സമയത്തല്ല, ഒരു നോമ്പിന്. അപ്പൊ എന്റെ ഉപ്പ ആദ്യമായിട്ട് വന്നു. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് കുറച്ച് എരിവ് കൂടുതലായി, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈസി. അപ്പൊ ഉപ്പ ലൈക്ക് കഴിക്കുന്ന സമയത്ത് തന്നെ, ചിക്കൻ കടായി കഴിച്ച സമയത്ത് തന്നെ ഉപ്പക്ക് മനസ്സിലായത് ഉമ്മ അല്ല ഉണ്ടാക്കിയതെന്നുള്ളത്. അപ്പൊ ഞാൻ അന്നപ്പോ കിച്ചണില്ല. അപ്പൊ ഉപ്പ ഉമ്മനോട് ചോദിച്ചു, ഇതാരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു ഒത്ത് ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞു. ഐ മീൻ ഞാൻ ഒത്തു അപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരിക്കും എനിക്ക് കിച്ചണിൽ കയറാനൊക്കെ അറിയാന്ന് ചോദിച്ചു. ലൈക്ക് ഞാൻ പോവും, ഉണ്ടാക്കുമ്പോ വൃത്തിക്ക് ഉണ്ടാക്കും. ലൈക്ക് ഒന്നെങ്കിൽ യൂട്യൂബ് നോക്കി, എന്റെ ബുദ്ധി വെച്ചിട്ടൊന്നല്ല കേട്ടോ, യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഭയങ്കര മടിയാ, കേറൂല. കഴിഞ്ഞാ എങ്ങനെങ്കിലും ഒരാൾക്ക് സർവൈവ് ചെയ്യാനുള്ളതെല്ലാം ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. സർവൈവ് ചെയ്യാൻ ബിരിയാണിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, സാധനം ഇങ്ങനത്തെ ഉണ്ടാക്കിയാൽ. അങ്ങനെയാണ് എനിക്ക് സർവൈവലിനുള്ള സാധനങ്ങൾ എനിക്കറിയാം. പക്ഷെ തിങ് ഇസ് I've not found interest in cooking and kitchen. Maybe അങ്ങനെയുണ്ട്. ലൈക്ക് എനിക്ക് ആ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങോട്ടേക്ക് അറിയാത്തോണ്ടായിരിക്കില്ല. അതെ അതെ, ഞാൻ ലൈക്ക് നിവർത്തികേട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കേണ്ടി വരികയാണെങ്കിൽ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും ഇല്ലല്ലോ, വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് എന്നും എസ്പെഷ്യലി നോമ്പിനാണ് ഞാൻ കിച്ചണിൽ കയറുക. കാരണം നമ്മള് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കപ്പല്ലേ, ഇരുന്നാർ വരുമ്പോ ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല. പക്ഷെ ഈ നോമ്പിന്റെ സമയത്ത് ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കും. ആ സമയത്ത് അന്ധകാലം, പുരാതന കാലത്ത്. പക്ഷെ ഇപ്പം അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഐ തിങ്ക് എന്തോ എനിക്ക് അതിനുള്ള ഒരു എക്സ്പോഷർ എന്തോ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് ചൈൽഡ്ഹുഡിൽ ഒബ്വിയസ്ലി അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ആ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലായിപ്പോയി ഞാൻ. കർണാടക ടു കേരള, അഡാപ്റ്റിംഗ് ടു ദ ന്യൂ സിറ്റുവേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ, അതിൽ തന്നെ പോയി. അപ്പോഴും കിച്ചണിൽ കയറിയില്ല. പിന്നെ സ്ട്രേറ്റ് അവേ വെൻ ഐ ഗോട്ട് ടു മൈ ഡിഗ്രി ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. സോ അതിനുശേഷം ഐ ഹാവ് ഓൾവേസ് ബീൻ ബിസി. ദെയർ വാസ് നോ ടൈം ഫോർ മീ ടു എക്സ്പ്ലോർ ഇൻ ടു അതർ ഇൻട്രസ്റ്റ്സ്. അതുകൊണ്ടായിരിക്കാം. ബിക്കോസ് ഇവൻ ബാഡ്മിന്റൺ കളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ ഫുൾ എവറി ഡേ 1 hour ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം നാട്ടിലെത്തിയതിന്റെ ശേഷം ഞാൻ റാക്കറ്റ് തൊട്ടിട്ടില്ല. അങ്ങനത്തെ ഞാനിപ്പം കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണ് ആ ഇൻട്രസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്. പിന്നെ ഒരു പുതിയ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് സമയം കണ്ട പിന്നെ ഇത് പണിയാണല്ലോ. പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് എന്തായാലും പഠിക്കും. മേബി ഞങ്ങൾ മാറി നിൽക്കുവാണെങ്കിൽ ഒക്കെ ചിലപ്പോൾ ഞാനും അവനും കൂടി കുക്ക് ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഫാമിലീസിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് അതിന്റെ ഒരു ഇത് വരാത്തത്. It's very bad that I'm saying this, but I'm really sorry. I don't really know cooking. I should learn cooking. Yeah, you should learn. Yeah, but I'm very lazy. Okay, അപ്പം ഇത് ബ്രെഡ് പിന്നെ ടേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല. ബ്രെഡ് ടോസ്റ്റിന് ഞാൻ ടോസ്റ്റ് ചെയ്യുന്ന ബ്രെഡിന് നല്ല ഫാൻ ബേസ് ആണ്. ബിക്കോസ് ഐ നോ ടു മേക്ക് ഇറ്റ് വിത്ത് ദി എക്സാക്ട് എമൗണ്ട് ഓഫ് ഗീയും പിന്നെ ആ ഒരു ലെവൽ ഓഫ് ക്രിസ്പിനെസ് ഇല്ലേ, ആ ക്രിസ്പ് കറക്റ്റ് ആയിരിക്കും. അതിന് നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കാനുള്ള ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ എനിക്കറിയാം, അതെനിക്കറിയാം. ഓക്കെ, that's all I know. എന്ന് പറ, how was your experience first time on screen cooking? ഓൺ സ്ക്രീൻ കുക്കിംഗ് പറയുമ്പം എനിക്ക് ആക്ച്വലി ഞാൻ അത്ര കോൺഷ്യസ് അല്ല. എനിക്കറിയില്ല എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നോന്ന് അറിയില്ല. ശരിക്കും എനിക്ക് നമ്മൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. ഈവൻ ഞാനൊരു വ്ലോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെന്നറിയോ, ഈ സെയിം കടായി ഉണ്ടാക്കുന്നത്. അന്ന് ഉമ്മ വീട്ടിലില്ലായിരുന്നു, ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ. സോ ആ സമയത്ത് നമ്മൾ ഷോളിടല് ബുദ്ധിമുട്ടായതുകൊണ്ട് ഹൂഡിയൊക്കെ ഇട്ടും കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുന്നത്. ഈവൻ ചിക്കൻ വരെ എല്ലാം ക്ലീൻ ആക്കുന്നത്. അങ്ങനെ നല്ലൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പുറത്ത് കിട്ടില്ല. ആസ് യൂഷ്വൽ ഞാൻ ഇടാറില്ല. ആക്ച്വലി ഒരു മെയിൻ സംഭവം പല വ്ലോഗുകളും എടുത്തു വെച്ചതും പുറത്ത് കാണില്ല. അപ്പൊ എന്താ പറഞ്ഞു ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ കുക്കിംഗ്. സോ ആ വ്ലോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ലൈക്ക് കുറെ വസ്വാസും ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ബിക്കോസ് മേ ബി ഇത് നമുക്ക് അറിയുന്ന എന്നും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ടും ആയിരിക്കാം. ഓക്കെ,
Okay. So then we'll wind up the video. Yeah. And we'll just go on to have this and finish it off and go home because it's almost time. അപ്പം നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് പല വൊക്കാബുലറിയുടെ മീനിങ് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. സോ കോമെന്റ് ഡൗൺ ബിലോ some words or any word that you really don't know the meaning of, and we'll make a video clearing all your questions. Okay, so see you in the next episode. And English Cafe ഇതും കൂടി അതല്ല ഇനിയും ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ അതും വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ. പക്ഷെ അവര് വെറുതെ കാണണം നമ്മളിങ്ങനെ കഴിക്കണം അല്ലേ. ബട്ട് എനിവേ ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം. അപ്പോൾ see you in the next episode. Bye bye. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.